Dear students, today we are going to discussing the continuation of chemical properties of aldehydes and ketones. And കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ ആയിരുന്നു. അതിൽ രണ്ടാമത്തേതായിരുന്നു ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഡിഷൻ ഓഫ് HCN. ഇനി അഡിഷൻ ഓഫ് NaHSO3 ആണ്. ഹിയർ നിങ്ങൾ നോക്കൂ എന്തൊക്കെയാണ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞത് നമ്മുടെ കാർബണാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. അപ്പം ന്യൂക്ലിയോഫൈൽ വന്നിട്ട് എന്ത് ചെയ്യണം, അറ്റാക്ക് ചെയ്യണം. ഹിയർ ഇതിൽ ന്യൂക്ലിയോഫൈൽ ഏതാണ് HSO3 മൈനസ് ആണ് അല്ലേ. HSO3 മൈനസ് ആൻഡ് Na+ is the positive part and HSO3 minus is the negative part. So this negative part is attached here. അതിവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഈ കാർബണിൻ്റെ മുകളിൽ ഇത് Na+ എവിടേക്ക് പോകും, ഈ ഓക്സിജൻ്റെ അടുത്തേക്കും പോകും. അപ്പോൾ ONa+ SO3H. അങ്ങനെ ലാസ്റ്റ് എന്താണ്, ഈ Na+ ഒരു പ്രോട്ടോണിനെ ഇതെന്ത് ചെയ്യും, എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും. കാരണം ഇവിടെ നിന്നുള്ളൊരു പ്രോട്ടോണിനെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും, ഇവിടെ ഈ എന്നെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. ഒരു ട്രാൻസ്ഫറിങ് ആണ് നടക്കുന്നത്. സോ ദ ഫൈനൽ പ്രോഡക്റ്റ് ഇസ് ദിസ്. നോക്കാം. ഹിയർ ദ റിയാക്ഷൻ നോക്കൂ. RC double bond O, this is a ketone, and ഈ HSO3 മൈനസ് ഈ കാർബണിനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഏത് ഗ്രൂപ്പ് അവിടെ വരുന്നുണ്ടോ, ആ ഒരു ട്രാൻസ്ഫറിങ് കണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ശരിക്കും SO3H ആണ് ഇവിടെ ഉള്ളത്. ഈ നെഗറ്റീവ് പാർട്ട് എന്ത് ചെയ്യും, ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ എന്ത് ചെയ്യും, അബ്സ്ട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ബോണ്ട് ഇവിടേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ എങ്ങനെയാണ് കിട്ടുക, S double bond O, അതുപോലെ തന്നെ S double bond O, S single bond O. ആ പിക്ചർ ക്ലിയർ അല്ല, ഇവിടേക്ക് നോക്കൂ, കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, പ്രോട്ടോൺ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. എങ്ങനെയാണ് നടക്കുന്നത്, ഈ O- ഒരു പ്രോട്ടോണിനെ ഇവിടുന്ന് ആക്സെപ്റ്റ് ചെയ്യും. അതേസമയം ഈ ഇലക്ട്രോണ് ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഈ ഹൈഡ്രജൻ ഇവിടെ എത്തുകയും ചെയ്യും. ഇവിടെ സൾഫർ ഡബിൾ ബോണ്ട് O Na+ വരികയും ചെയ്യും. അപ്പം ഇതെന്താണ്, അഡീഷൻ പ്രോഡക്റ്റാണ്, ബൈസൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റാണ് കിട്ടുക. സോഡിയം നമ്മൾ ആഡ് ചെയ്തതുണ്ടായിരുന്നു, സോഡിയം ബൈസൾഫൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റും എന്താണ്, സോഡിയം ബൈസൾഫേറ്റ് അഡീഷൻ പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന് നിങ്ങൾക്ക് ഇത് ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ മെക്കാനിസം ഇവിടെ ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് എക്സാമ്പിൾസാണ്. ഇതെന്താണ്, CH3CH, ഒരു ആൽഡിഹൈഡാണ്, സോഡിയം ബൈസൾഫേറ്റ്. കാരണം ഈ മെക്കാനിസം ഒന്നും കാണിക്കാതെ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എഴുതാം. എങ്ങനെ, OHSO3 - Na. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ന്യൂക്ലിയോഫൈലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഹൈഡ്രജൻ എങ്ങനെ ഓക്സിജൻ്റെ അടുത്തേക്ക് എത്തി എന്നുള്ള മെക്കാനിസമാണ് നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞിട്ടുള്ളത്. അതെന്താണ്, ഒരു ട്രാൻസ്ഫറാണ്, പ്രോട്ടോൺ ട്രാൻസ്ഫറാണ് നടക്കുന്നത്. ഓക്കെ, ഇതിന് കുറേ എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ എക്സാമ്പിൾസൊക്കെ ഓരോന്നും നോക്കാം. ആൽഡിഹൈഡ്സിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൽഡിഹൈഡ് ബൈസൾഫൈറ്റ് കോമ്പൗണ്ട് കിട്ടുന്നു, അതുപോലെ കീറ്റോൺ ബൈസൾഫൈറ്റ് കോമ്പൗണ്ട് കിട്ടുന്നു. ഓക്കെ, യെസ്. അടുത്തതാണ് അഡിഷൻ ഓഫ് ആൽക്കഹോൾസ്. അപ്പോൾ ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വീക്ക് ന്യൂക്ലിയോഫൈൽ ലൈക്ക് വാട്ടറിൻ്റെ അതേപോലെ തന്നെ ഒരു വീക്ക് ന്യൂക്ലിയോഫൈലാണ്. സോ ആസിഡ് കാറ്റലൈസ്ഡ് ഈസ് റിക്വയർഡ് ഫോർ ദ റിയാക്ഷൻ ടു ടേക്സ് പ്ലേസ് അറ്റ് എ റെസ്പോൺസിബിൾ റേറ്റ്. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ ഒരു ആസിഡിൻ്റെ പ്രസൻസിൽ ആൽക്കഹോൾ എടുത്താൽ, അതാണ് ആസിഡിൻ്റെ പ്രസൻസിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ആസിഡ് കാറ്റലൈസ്ഡ്, ബേസിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ചെയ്യുമ്പോൾ അത് ബേസ് കാറ്റലൈസ്ഡ്. സോ ഹിയർ ആൽക്കഹോൾ ഈസ് വെരി വീക്ക് ന്യൂക്ലിയോഫൈൽ. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗെറ്റ് എ റെസ്പോൺസിബിൾ റേറ്റ്. നമ്മൾ എന്തിനു വേണം, ആസിഡ് കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ആണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രോങ് ആസിഡിൻ്റെ പ്രസൻസിൽ എന്ത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, ആൽക്കഹോൾസിന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ഫോം ചെയ്യും, ഹെമി അസെറ്റൽ ആൻഡ് അസെറ്റൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. സോ എല്ലാവരും നോട്ട് ചെയ്യുക. ഒരു ആൽഡിഹൈഡിൻ്റെ കാർബണൽ
കാർബണിലേക്ക് ഒരു ആൽക്കഹോൾ, അതായത് സ്ട്രോങ് ആസിഡ്, ആൽക്കഹോൾ ഇൻ പ്രസൻസ് ഓഫ് സ്ട്രോങ് ആസിഡ് ഗെറ്റിംഗ് അസെറ്റൽ ആൻഡ് ഹെമി അസെറ്റൽ. ശ്രദ്ധിക്കുക, ആൽഡിഹൈഡ് ആണെങ്കിൽ we are getting acetal and hemiacetal as the product. If the reactant is ketone and alcohol is reacted with in presence of strong acid, the product will be ketal and hemiacetal. എന്തുകൊണ്ടാണ് ആൽക്കഹോൾ സ്ട്രോങ് ആസിഡിൻ്റെ പ്രസൻസിൽ എടുക്കേണ്ടുന്നത്? ബിക്കോസ് ആൽക്കഹോൾ ഇസ് എ വീക്ക് ന്യൂക്ലിയോഫൈൽ, സോ ആസിഡ് കാറ്റലൈസ്ഡ് ഈസ് റിക്വയർഡ് ഫോർ ഗെറ്റിംഗ് ബെറ്റർ റിസൾട്ട് ഓർ ബെറ്റർ ഈൽഡ്. ദെൻ അതായത് ഇപ്പം ഫോർ ആൽക്കഹോൾ ഈസ് ആഡഡ് ടു ആൽഡിഹൈഡ് ആണെങ്കിൽ ദ പ്രോഡക്റ്റ് ഇസ് അസെറ്റൽ ആൻഡ് ഹെമി അസെറ്റൽ. ഇഫ് ഇറ്റ് ഈസ് ആഡഡ് ടു കീറ്റോൺ ദ പ്രോഡക്റ്റ് വിൽ ബി കീറ്റൽ ആൻഡ് ഹെമി അസെറ്റൽ. ദെൻ സം റിയാക്ഷൻസ് ആർ എക്സ്പ്ലെയിൻഡ് ഹിയർ. ജസ്റ്റ് നോക്കൂ, CO ഗ്രൂപ്പ് ആൽക്കഹോൾ ഇവിടെ ഉണ്ട്. ആസിഡ് കാറ്റലൈസ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ H+ ഉള്ളത്. ദെൻ ഹെമി അസെറ്റാൽ എന്ന് പറഞ്ഞാൽ ഈ കാർബണിൽ തന്നെ നമ്മൾ ഇതിൻ്റെ മുന്നേ അസെറ്റാൽ ഫോർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർബണിൻ്റെ മുകളിൽ തന്നെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നു, ഒരു ആൽക്കോക്സി ഗ്രൂപ്പും ഉണ്ടാകുന്നു, OR. അതായത് ഈ R എവിടെ പോകും? OR ആയിട്ട് മാറുകയും ചെയ്യും. ഒരു ഹൈഡ്രജൻ എന്തായിട്ട് മാറുകയും ചെയ്യും? ഈ ഹൈഡ്രജൻ അല്ല കേട്ടോ ആക്ച്വലി വരുന്നത്, അത് ശ്രദ്ധിക്കണം. ഈ ആൽക്കഹോളിലുള്ള ഹൈഡ്രജൻ അല്ല ഇവിടെ വരുന്നത്, ആസിഡ് കാറ്റലൈസ്ഡ് ആണ്. സോ ദാറ്റ് ഹൈഡ്രജൻ ഈസ് കമ്മിങ് ഫ്രം ദിസ് ആസിഡ്. ഓക്കെ, മെക്കാനിസം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദെൻ H+ വീണ്ടും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഗ്രൂപ്പും എന്തായി മാറും? ആൽക്കോക്സി ഗ്രൂപ്പായിട്ട് മാറും. ആൻഡ് ദിസ് പ്രോഡക്റ്റ് ഇസ് അസെറ്റൽ. ദിസ് ഇസ് ഹെമി അസെറ്റൽ. ഒരു ഗ്രൂപ്പ് ORഉം ഒരു ഗ്രൂപ്പ് OHഉം വന്നാൽ ഹെമി അസെറ്റൽ, ഹാഫ് എന്നുള്ള മീനിങ്. രണ്ടും OR ഗ്രൂപ്പ് ആണെങ്കിൽ ഇറ്റ് ഇസ് അസെറ്റൽ. നമുക്ക് മെക്കാനിസം നോക്കാം. ഇവിടെ നോക്കൂ, യെസ്, ഇവിടെ മെക്കാനിസം നോക്കൂ നിങ്ങൾ. യെസ്, നമുക്ക് ഈ സ്ലൈഡ് എടുക്കാം, ഇത് വെച്ച് പറയാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ കീറ്റോ ഗ്രൂപ്പ്. അപ്പോൾ ഫസ്റ്റ് H+ അയോൺ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. H+ കമ്മിങ് ഫ്രം ആസിഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഓക്സിജൻ്റെ അടുത്തുള്ള ഹൈഡ്രജൻ ആക്ച്വലി ഏത് ഹൈഡ്രജനാണ്? നമ്മൾ ആസിഡിൽ നിന്ന് വരുന്ന ഹൈഡ്രജനാണ്. അത് ഈ ഓക്സിജൻ അബ്സ്ട്രാക്റ്റ് ചെയ്യുന്നു ഇതിനെ. അപ്പോൾ അത് OH+ ആയി മാറുന്നു. ദെൻ ബാക്കിൽ കൂടെ ആര് വരും? ഇയാൾ വരും, ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. ദാറ്റ് ഈസ് OH- വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന അതായത് പ്രോഡക്റ്റ് ഇൻ്റർമീഡിയറ്റ് എന്താണ്? R1. ഈ ആൽക്കഹോളിൻ്റെ R3 എന്നിട്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ ഓൾറെഡി R1 R2 ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് R3 എന്നിട്ടിരിക്കുന്നത്. അപ്പോൾ R1 R2 ഈ കാർബണിൽ OH അറ്റാച്ച് ചെയ്തു അല്ലേ. പിന്നെ ഇവിടെ ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജനിൽ നേരത്തെ ആസിഡിൽ നിന്ന് വന്ന ഹൈഡ്രജനും ഉണ്ട്. പിന്നെ നമ്മുടെ ആൽക്കഹോളിലുള്ള R3 ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു അഡക്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ഇതിനെ ഡീപ്രോട്ടോണേറ്റ് ചെയ്യുക, അതായത് ഈ പ്രോട്ടോണിനെ അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ ഈ പ്രോട്ടോൺ ഇവിടുന്ന് പോകുമ്പോൾ ഇലക്ട്രോണിനെ ബോണ്ടിലേക്ക് കൊടുത്തിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? ഇവിടെ ഒരു OH, ഇതൊക്കെ ഇങ്ങനെ തന്നെ വരും. ദെൻ അതായത് ഇവിടെ ശരിക്കും പോസിറ്റീവാണ്, ഓക്സിജന് പോസിറ്റീവാണ്. അപ്പോൾ ഇലക്ട്രോണിന് കൊടുത്തു പോകുമ്പോൾ ഓക്സിജൻ സ്റ്റേബിളാകും. അപ്പം ഹെമി അസെറ്റാൽ ഇൻ്റർമീഡിയറ്റ് കിട്ടും, OR3 ഗ്രൂപ്പ്. ഈ H+ ഇവിടേക്ക് പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെയുള്ള ഈ OHൻ്റെ ഓക്സിജൻ എന്ത് ചെയ്യും? ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? അബ്സ്ട്രാക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? ഇത് H2O ആയി മാറും. ഇങ്ങനെ വരും. അങ്ങനെ ഇവിടെയുള്ള ഈ ലോൺ പെയറിനെ ബോണ്ടിലേക്ക് കൊടുക്കും. അങ്ങനെ അവസാനം നമുക്ക് ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? കുറച്ച് മെക്കാനിസം ഉണ്ട്. മെക്കാനിസം വേണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ. എന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളിത് നോക്കൂ. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? അപ്പം നമുക്ക് R1 R2 ഡബിൾ ബോണ്ട് O+ R3 വന്ന് അറ്റാച്ച് ചെയ്തു അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ OR3 അവിടെ നിൽക്കും. ദെൻ OH R3 കണ്ടോ? വീണ്ടും അടുത്തത് OH R3 വന്നു.
ദെൻ ഇതിനെ വീണ്ടും റീഅറേഞ്ച് ചെയ്യുമ്പോഴെങ്ങനെ R1 R2 OR3 ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും, ലിബറേറ്റ് ചെയ്യും, ഡീപ്രോട്ടോണേഷൻ നടക്കും. ഇവിടെ വീണ്ടും ഡീപ്രോട്ടോണേഷൻ നടക്കും. അങ്ങനെയാണ് അസെറ്റാൽ ഫോം ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ഈ ഭാഗം നിങ്ങൾ നോക്കണം. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഹെമി അസെറ്റാൽ ഫോം ചെയ്യുന്നു, ലാസ്റ്റ് അസെറ്റാൽ ഫോം ചെയ്യുന്നു. രണ്ടിൽ നടക്കുന്ന എന്താണ്, ഡീപ്രോട്ടോണേഷനാണ്. ആദ്യത്തെ കേസിൽ ഹെമി അസെറ്റാലിൽ ഒരു അറ്റാക്ക് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഹെമി അസെറ്റാൽ ഫോം ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കുന്നുണ്ട്. എന്നിട്ടാണ് ലാസ്റ്റ് അസെറ്റാൽ ഫോർമേഷൻ നടക്കുന്നത്. ഗോട്ട് ഇറ്റ്. അപ്പം നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് മെക്കാനിസം അറിഞ്ഞാൽ മാത്രമേ പ്രോഡക്റ്റ് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മെക്കാനിസം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻ കേസ് ഇപ്പം 5 മാർക്സിന് 6 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മെക്കാനിസം കൂടി കൂട്ടിയിട്ട് വേണം എഴുതാൻ. അസെറ്റാൽഡിഹൈഡ്, ആൽക്കഹോൾ, എത്തനോളാണ് അവിടെ എടുത്തത്. HCl-ലാണ് നമ്മളെടുത്തത്. HCl ഗ്യാസാണ് നമ്മളെടുത്തത്, പ്യുവർ ഗ്യാസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടി, അസെറ്റാൽഡിഹൈഡ്, ഹീത്തൈൽ ഹെമി അസെറ്റാൽ കിട്ടി. അതായത് ഓക്സിജൻ്റെ അടുത്ത് C2H5ഉം ഈ ഓക്സിജൻ്റെ അടുത്ത് ഹൈഡ്രജനും പോയി. വീണ്ടും നമ്മൾ ആൽക്കഹോളിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇയാളും എന്തായി മാറണം, OC2H5 ആയി മാറണം. പ്രോഡക്റ്റ് എഴുതാൻ വെരി സിമ്പിൾ ആണല്ലേ, മെക്കാനിസമാണ് ഇച്ചിരി കൺഫ്യൂഷൻ, എന്നാലും പഠിക്കാം. അടുത്തത് സൈക്ലിക് അസെറ്റാൽ ഫോർമേഷനാണ്. സൈക്ലിക് അസെറ്റാൽ ഫോർമേഷനിൽ ഒരു മിനിറ്റ് മക്കളെ. ഓക്കെ, സൈക്ലിക് അസെറ്റാൽ ഫോം, ആ പ്രീവിയസ് സ്ലൈഡ് നിങ്ങൾ നോക്കണ്ട കേട്ടോ, അത് ഇത്ര ടഫാണ്, നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ നോക്കണ്ട. സൈക്ലിക് അസെറ്റാൽ ഫോർമേഷനിൽ അസെറ്റോണ്, അതുപോലെ ഇത് ഡയോളാണ്, ഇത് ഗ്ലൈക്കോളാണ് കേട്ടോ. ഡയോള് CH2 OH എത്തിലിൻ ഗ്ലൈക്കോളാണ്. ഇതിന് TSOH, ഈ ഒരു എന്താ പറയുക, ട്രൈസിലൈൻ ആൽക്കഹോളാണിത്. ഇതിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അസെറ്റോൺ എത്തിലീൻ ഗ്ലൈക്കോൾ അസെറ്റാളിൽ കിട്ടും. എന്താ കിട്ടുക, അസെറ്റോൺ എത്തിലീൻ ഗ്ലൈക്കോൾ അസെറ്റാൾ. അതായത് COO, ഈ 2 ഓക്സിജൻ്റെ അടുത്തും CH2 ആഡ് ചെയ്യുക. അപ്പോൾ ഹെമി അസെറ്റാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അസെറ്റാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് അത് എങ്ങനെയാണ് സൈക്ലിക് ആകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായത്. ഇപ്പോൾ ഒരു റിംഗ് ആണ്, കാരണം ഇതിന് ഒറ്റയടിക്ക് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ഒരു പെൻറ്റെയിൻ റിംഗ് വരച്ചിട്ട് അതിൻ്റെ 2 സൈഡിലും 2 CH3 ഗ്രൂപ്പ് കാണിക്കാൻ പറ്റും. അതുപോലെ സൈക്ലോഹെക്സനോൺ നോക്കൂ, സൈക്ലോഹെക്സനോൺ ഇത് ജാമിന് ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. അത് കൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. സൈക്ലോഹെക്സനോണ് പ്രൊപ്പനോൺ 2 ഓക്സിജനാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും അസെറ്റാൾ ഫോം ചെയ്യുക, ഇവിടെയാണല്ലേ വരുന്നത്. അപ്പം എന്താ സംഭവിച്ചത്, ഇതാണ് നമ്മുടെ റിങ്, ഇതാണ് നമ്മുടെ റിയാക്റ്റൻറ്റിൻ്റെ റിങ്. അവിടെ ആ 2 ഓക്സിജൻ്റെ അടുത്തും കൂടി ഇവർ പോയിങ്ങണ്ട് ഈ ഇങ്ങനെയുള്ള W ഷേപ്പിലുള്ള ആളുകളില്ലേ, അത് അവർ പോയിങ്ങണ്ട് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, സൈക്ലോഹെക്സനോൺ പ്രൊപ്പൈൻ 1,3 ഡയോൾ അസെറ്റാൾ. ഓക്കെ, ഇനി അതിൻ്റെ ഒരു സൈക്ലിക് അസെറ്റാൽസിൻ്റെ വേറൊരു എക്സാമ്പിളാണ് ദ റിയാക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് വിത്ത് ഡൈഹൈഡ്രിക് ആൽക്കഹോൾസ് സച്ച് ആസ് ഈത്തേൻ 1,2 ഡയോൾ ഇറ്റ്സ് സൈക്ലിക് അസെറ്റാൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എക്സാമ്പിളിൻ്റെ ഒരു സ്ലൈഡാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. വെരി സിമ്പിൾ. ഈ 2 OH അങ്ങ് എടുത്ത് മാറ്റിക്കളഞ്ഞാൽ മതി, ഈ HH അങ്ങ് എടുത്ത് മാറ്റിക്കളഞ്ഞാൽ മതി. ഓക്കെ, വാട്ടർ മോളിക്യൂളായിട്ട് എന്ത് ചെയ്യും, ലിബറേറ്റ് ചെയ്യും. സോ CH3 ഇതെങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. ഈ ഇവിടെയുള്ള ഈ രണ്ട് ഹൈഡ്രജൻസ് വാട്ടർ മോളിക്യൂളായിട്ട് ലിബറേറ്റ് ചെയ്തിട്ട് ദെൻ ഡയറക്റ്റ്ലി എന്ത് വന്ന് അറ്റാച്ച് ചെയ്യും, CH2 വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഇനി അടുത്തത് അഡിഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എല്ലാവർക്കും അറിയാം എന്താണ്, RMgX ആണ്. അതിൻ്റെ പ്രത്യേകത ഈ ഷോർട്ടാക്കി എഴുതിയിരിക്കുന്നതൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ഗുഡ് കാർബൺ ന്യൂക്ലിയോഫൈൽസ് ടുവേർഡ്സ് കാർബണൈൽ കാർബൺ. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് റിയാക്ട് വിത്ത് C+O in aldehydes and ketone to give alcohols. അത് നോട്ട് ചെയ്ത് വെക്കുക. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആൽഡിഹൈഡുമായിട്ടും കീറ്റോണുമായിട്ടും റിയാക്ട് ചെയ്താൽ ഗെറ്റിംഗ് ആൽക്കഹോൾ ആസ് ദ പ്രോഡക്റ്റ്. സോ വെരി സിമ്പിൾ അല്ലേ. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എഴുതുക. ആൽഡിഹൈഡ് ആണെങ്കിൽ നമുക്ക് പ്രൈമറി ആൽക്കഹോൾ കിട്ടും. ദെൻ കീറ്റോൺ ആണെങ്കിൽ
നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡറി ആൽക്കഹോളും കിട്ടും അല്ലേ? നോക്കൂ, CHO, അതായത് ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ R ഗ്രൂപ്പും അതുപോലെ തന്നെ OH കണ്ടോ? ആ ബ്ലൂ കളേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്യണേ. ഈ 2 ഗ്രീനും ആൽഡിഹൈഡിലുള്ള ഹൈഡ്രജൻസ് തന്നെയാണ്. ഈ ബ്ലൂ കളറിലുള്ള R എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്? ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ R ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. ദെൻ OH ഗ്രൂപ്പ്, ഓക്സിജൻ അവിടെ ഓൾറെഡി ഉള്ളതാണ്. ഹൈഡ്രജൻസ് എന്താണ്? സോൾവെൻറ്റിൽ നിന്ന് വന്നത് ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് അതിൻ്റെ വീണ്ടും ഉള്ളതാണ്. അപ്പോൾ എന്താ മനസ്സിലാക്കി വെക്കുക? ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ആൽക്കഹോളും ഗ്രിഗ്നാർഡ് റിയേജൻറ്റും ആൽഡിഹൈഡും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോളാണ് കിട്ടുക. കീറ്റോൺ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ sorry for interruption. സ്ലൈഡ് പോയി, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം എന്താ ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മെത്തനാളാണ്. ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. അതർ ആൽഡിഹൈഡ്സ് ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ, കീറ്റോൺസ് ആണെങ്കിൽ ടെർഷ്യറി ആൽക്കഹോൾ. അപ്പോൾ നേരത്തെ കാണിച്ച എക്സാമ്പിളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് സോറി ഇതിൽ ഫോർമാൽഡിഹൈഡ് ആട്ടോ കാണിച്ചത്. മിസ് അത് നോക്കാതെ പറഞ്ഞു പോയതാണ്. ഫോർമാൽഡിഹൈഡ് ആണ്. സോ ദിസ് ഇസ് പ്രൈമറി ആൽക്കഹോൾ, ദിസ് ഇസ് സെക്കൻഡറി ആൽക്കഹോൾ, ആൻഡ് ദിസ് ഇസ് ടെർഷ്യറി ആൽക്കഹോൾ. ദിസ് ഇസ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഇത് ഫോർമാൽഡിഹൈഡ്. മിസ് ഇത് ശ്രദ്ധിച്ചില്ല, സോറി. അപ്പം ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ, അതർ ആൽഡിഹൈഡ്സ് ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾസ്, കീറ്റോൺസും ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ടെർഷ്യറി ആൽക്കഹോൾസ് പ്രോഡക്റ്റായിട്ട് കിട്ടും. ദെൻ അതിൻ്റെ ഷോർട്ട് നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഗ്രിഗ്നാർഡ് റിയേജൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ആൽഡിഹൈഡ് ഒരു കീറ്റോണും കൂടി റിയാക്ട് ചെയ്താൽ ഫസ്റ്റ് കിട്ടുന്നത് ആൽക്കോക്സൈഡാണ് കിട്ടുക. ആ ആൽക്കോക്സൈഡിനെ പിന്നെ എന്താക്കി മാറ്റുക ചെയ്യണത്? ഡിസൈഡ് ആൽക്കഹോൾ ആക്കി മാറ്റുകയാണ്. കാരണം ഇതൊരു ആസിഡിക് മീഡിയത്തിലാണ് ഈ റിയാക്ഷൻ നടക്കുക. സോ ആസിഡ് ആൽക്കോക്സൈഡിനെ എന്താക്കി മാറ്റും? ആൽക്കഹോൾ ആക്കിയിട്ട് മാറ്റും. അതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഈ ഓക്സിജൻ്റെ അടുത്തുള്ള ഈ ഒരു ഹൈഡ്രജൻ വന്നിരിക്കുന്നത് ആസിഡ് എന്നാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ റിയാക്ഷൻസും ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്സിലാണ് നടക്കുന്നത്. ഓക്കെ, ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ ഗ്രിഗ്നാർഡ് റിയാക്ഷൻ മേക്കിംഗ് CC ബോണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ആൽഡിഹൈഡ്, ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, സെക്കൻഡറി ആൽക്കഹോൾ. ഫോർമാൽഡിഹൈഡ് അല്ലാത്ത ഏത് ആൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി ആൽക്കഹോളാണ് പ്രോഡക്റ്റായിട്ട് കിട്ടുക. ഓക്കെ, ഇനി അതുപോലെ കീറ്റോൺ ആണെങ്കിൽ ടെർഷ്യറി ആൽക്കഹോളാണ് പ്രോഡക്റ്റായിട്ട് കിട്ടുക. ദെൻ അതിൻ്റെ മെക്കാനിസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാർബണിൽ കാർബൺ ഈ R പോയിട്ട് എവിടെ അറ്റാച്ച് ചെയ്യും? ഈ കാർബണിൽ പോയി അറ്റാച്ച് ചെയ്യും. സോ ആൽക്കോക്സൈഡ് കിട്ടും. ആൽക്കോക്സൈഡിലേക്ക് ആസിഡ് വരും. കാരണം ആസിഡിൻ്റെ പ്രസൻസിലാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ ഹൈഡ്രജൻ ഈ ഓക്സിജൻ്റെ അടുത്തോട്ടേക്ക് ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ വന്ന് കയറിയിരിക്കും. കാരണം ഈ ഓക്സിജൻ ഒരു ഹൈഡ്രജനെ അബ്സ്ട്രാക്റ്റ് ചെയ്യും. സോ ആൽക്കഹോൾ കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളുക. ദെൻ ഇതിൻ്റെ എക്സാമ്പിൾസാണ് ഈ കൊടുത്തിരിക്കുന്നത്. കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ് വെച്ചിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രൈമറി ആൽക്കഹോൾ കിട്ടുന്നതുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് പല രീതിയിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആൽക്കൈൽ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് യൂസ് ചെയ്തതുണ്ട്, ആരോമാറ്റിക് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് യൂസ് ചെയ്തതുണ്ട്. ഇത് ഫിനൈൽ മെഗ്നീഷ്യം അയഡൈഡ്, ഒരു ആരോമാറ്റിക് ഗ്രിഗ്നാർഡ് റിയേജൻ്റാണ്. CH3Mgr ഒരു ആലിഫാറ്റിക് ഗ്രിഗ്നാർഡ് റിയേജൻ്റാണ്. അപ്പോൾ ഇത് മാറുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ആൽക്കഹോൾസിൻ്റെ ലെവലും മാറും. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ തന്നെ ആണെങ്കിലും ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നതിനനുസരിച്ചിട്ട് മാറും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക കേട്ടോ. അത് സെയിം എക്സാമ്പിൾസ് ഇവിടെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഒക്കെ നോക്കുക കേട്ടോ. സെയിം സ്ലൈഡ് തന്നെയാണ്.
ഓക്കെ, ഇതും അങ്ങനെ തന്നെയാണ്. കണ്ട് ആൽക്കഹോൾ കിട്ടുന്നത്, കാരണം ഇവിടെ കീറ്റോൺ ആണ്, സോ ടേർഷറി ആൽക്കഹോൾ. അപ്പോൾ നിങ്ങൾക്ക് ബേസ് ഉണ്ടായിരിക്കണം. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇതാണ് ഇവിടെ നിങ്ങൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കണം കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്. പ്രോഡക്റ്റ് എന്താണ്? ആൽക്കഹോളാണ്. അതൊരു ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ എന്തായിരിക്കും? പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. ആൽഡിഹൈഡ് ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും. കീറ്റോൺ ആണെങ്കിൽ ടേർഷറി ആൽക്കഹോൾ ആയിരിക്കും. ഓക്കെ, ആ കാര്യങ്ങൾ നോക്കുക. ദെൻ അടുത്തതാണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ ഓഫ് വാട്ടർ. ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ ഓഫ് വാട്ടർ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താ നടക്കുക? ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കും. അതിനുശേഷം എന്തും നടക്കും? എലിമിനേഷനും നടക്കും. എന്തിൻ്റെ എലിമിനേഷനാണ് നടക്കുക? വാട്ടറിൻ്റെ എലിമിനേഷൻ. സോ ദിസ് റിയാക്ഷൻ ഇസ് അഡിഷൻ എലിമിനേഷൻ റിയാക്ഷൻ. അപ്പം ഫസ്റ്റ് അഡിഷൻ നടക്കും. എങ്ങനെ നടക്കും? ഇങ്ങനെ നടക്കും. അതായത് ദിസ് ഇസ് ന്യൂക്ലിയോഫൈൽ. ഇത് കാർബണൽ കാർബണാണ്, HNUH. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂക്ലിയോഫിലിക് പാർട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ദെൻ H2O, അതായത് ഇവിടുന്ന് OHും ഇവിടെ നിന്നുള്ള ഈ ഹൈഡ്രജനും കൂടി അങ്ങ് പോകും. അപ്പം നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് എന്താണ്? ഒരു ഡബിൾ ബോണ്ട് പ്രോഡക്റ്റ് ആയിരിക്കും. അതായത് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രോഡക്റ്റ് എന്താണ്? ഡബിൾ ബോണ്ട് പ്രോഡക്റ്റാണ്, ലൈക്ക് ദിസ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം.